പ്രിയപ്പെട്ടവരെ, പത്രധർമ്മം എന്ന് പറഞ്ഞാൽ ശരിയായ വാർത്ത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കസേരയ്ക്ക് വില കൊടുക്കണം, ഒരു ബഹുമാനം കൊടുക്കണം. മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് മൈക്ക് കൊണ്ടിട്ടിടിച്ച ദേഷ്യം വരില്ലേ? എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവിടെ സംയമനം പാലിച്ചു. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് പഠിച്ചു വേണം പറയാൻ. പറയുന്നയാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിനൊരു സാവകാശം കൊടുക്കണം. അതല്ലേ വേണ്ടത്? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. മുന്നണിയിലെ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കിടെ ചാനൽ മൈക്ക് ദേഹത്ത് മുട്ടിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിരുന്ന SIയെ ശകാരിക്കുകയും ചെയ്തു. ശരിക്കും മുഖ്യമന്ത്രിക്ക് അവരുടെ ചെയറിൻ്റെ ആദരവ് കൊടുക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മൈക്കും കൊണ്ട് അവരുടെ മുന്നിൽ ചാടിയാൽ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരും. എന്നാൽ സതീശൻ സാർ അവിടെ സംയമനം പാലിച്ചു. മൈക്ക് മുഖത്ത് കൊണ്ടിട്ട് ഇടിച്ചാൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? 12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൗനം തെറ്റായ സന്ദേശം നൽകില്ല എന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തത് കൊണ്ടാണ് സാർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. നേർക്കുനേർ ചോദിച്ചാൽ മറുപടി ഇല്ലാതെ എഴുന്നേറ്റ് പോകുന്ന മുഖ്യമന്ത്രിയെ അങ്ങ് ഡൽഹിയിൽ കണ്ടു അധികാരമേറ്റ 8ാം നാൾ. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലിനെ കുറിച്ചാണ് സാർ ചോദ്യം. ആർജവമുണ്ടെങ്കിൽ നേർക്കുനേർ മറുപടി പറയണം. ഞങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണത്തിലെ അന്വേഷണം വേണ്ടത് പറയാൻ ഞങ്ങൾക്കാകില്ലല്ലോ. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യമായിട്ട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് തരണം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ ഇല്ല ഞാനിപ്പോ വന്നിരിക്കുമല്ലേ? ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നില്ല. പിന്നീട് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ. നിങ്ങൾ അങ്ങനെ പറയില്ല, അങ്ങനെ ആക്കല്ലേ. അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടില്ല. പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഞാൻ. അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രയും എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്.
കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവര്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പൊ നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി 8 ദിവസമായിട്ട് അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇവർ ചോദിക്കാൻ വരുന്ന ചോദ്യം എന്താണെന്നും അതിന് മറുപടി കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കസേരയല്ല മുഖ്യമന്ത്രിയുടെ കസേര. അവിടെ ധാരാളം പ്രോജക്റ്റുകളെ പറ്റി അവർ ചർച്ച ചെയ്യും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആൻസർ പറയാൻ പറ്റില്ല, പറയുന്നത് മുഖ്യമന്ത്രിയാണ്. സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. അപ്പം എപ്പോഴാണ് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതെന്ന് ഉള്ളതിന് സമയം മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, പത്രക്കാരല്ല. അപ്പം ഓരോ കാര്യത്തിനും അതിൻ്റേതായ ടൈമുണ്ട്, ആ സമയം കൊടുക്കണം. വേറൊരു കാര്യം പറയേണ്ടത്, മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസാണ്, മുൻ മുഖ്യമന്ത്രിക്ക് എതിരെയുള്ളതല്ല. അപ്പോൾ അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു സാധാരണ ജനത എന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ഭരണകൂടത്തിനെ അറിയിക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ അവർ വന്നു അന്വേഷിച്ചു. പക്ഷേ അവർ പോകുമ്പോൾ അവരുടെ പൊതുമുതൽ നശിപ്പിക്കുക ശരിയായിട്ടുള്ള പ്രവർത്തനമല്ല. അപ്പോൾ അതിന് എന്തായാലും എന്തൊക്കെയാണ് സർക്കാർ തലത്തിലുള്ള ശിക്ഷയെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരു പുതിയ ഭരണകൂടം വന്നതല്ലേ ഉള്ളൂ, അവർക്ക് കാര്യങ്ങളെല്ലാം പഠിച്ച്
ഒന്ന് ഭരിക്കാനുള്ള ഒരു അവകാശം കൊടുക്കണ്ടേ? ഇത് വെറുതെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. പിന്നെ ഈ ഒരു മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി ഓർഡർ ഇടും, പക്ഷെ അതനുസരിച്ചുള്ള തീരുമാനം ഓഫീസിൽ നിന്നാണ് കൈക്കൊള്ളേണ്ടത്. അപ്പോൾ ഓർഡർ ഇടുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും യഥാസമയം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരെങ്കിലും ആ ഓർഡർ ഇട്ട ഡേറ്റ് മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ ആൾക്കാർക്ക് ലഭിക്കും. അതാണ് ഒരു ഓർഡറിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം വെറുതെ മുഖ്യമന്ത്രി ക്രൂശിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ചെയ്യാനുള്ള കാര്യമല്ല തക്ക സമയത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കിട്ടേണ്ട സ്ഥലത്ത് നിന്നുള്ള ആ കാലതാമസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ആ കിട്ടേണ്ട സ്ഥലത്തും പെട്ടെന്ന് ചെന്ന് ഓരോ കാര്യവും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ സാമ്പത്തികം എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അത് കൊണ്ടുവരണം. എവിടെ നിന്ന് കൊണ്ടുവരണമെന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ടൈം വേണ്ടി വരും. ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് ഒരു വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. വെറും ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണാതെ ഒരു ശരിക്കും നല്ല ഒരു രീതിയിൽ അദ്ദേഹം ആൾക്കാരോട് ഇടപെടുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഇടപെടുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് വില കൊടുക്കുന്നില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൾക്കാരെ കൂടുതൽ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൂടുതൽ അടുപ്പിച്ചത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് പത്രക്കാരെ കാണുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ എപ്പോൾ എങ്ങനെ കാണണമെന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് ശരിക്കും മനസ്സിലാക്കുക. വെറുതെ നമ്മുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് അടിച്ച് വിടുന്ന ആ പരിപാടി ഒഴിവാക്കുക. അതാണ് നല്ലത്.